നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കേരള ഗവർണറായി സത്യപ്രതിജ്ഞ ചെയ്തു. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ മധുക്കർ ജാംദാർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഗാർഡ് ഓഫ് ഓണർ അടക്കമുള്ള ചടങ്ങുകളും സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഭവനിൽ സംഘടിപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, സ്പീക്കർ AN ഷംസീർ, മന്ത്രിമാർ, ചീഫ് സെക്രട്ടറി, DGP എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സ്കൂൾ മേളകളിൽ വിദ്യാർത്ഥികളെ ഇറക്കി പ്രതിഷേധിക്കുന്ന സ്കൂളുകളെ മത്സരത്തിൽ നിന്ന് വിലക്കാൻ സർക്കാർ നീക്കം. കുട്ടികൾക്ക് പിന്തുണ കൊടുക്കുന്ന അധ്യാപകർക്കെതിരെയും നടപടിയുണ്ടാകും. അടുത്ത വർഷം മുതൽ സംഘടിപ്പിക്കുന്ന കലാകായിക മേളകൾ മുതൽ പ്രതിഷേധക്കാർക്ക് നേരെ നടപടിയെടുക്കാനാണ് ആലോചന. അതേസമയം എറണാകുളത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സമാപന ചടങ്ങിൽ വിദ്യാർത്ഥികളും അധ്യാപകരും പരസ്യ പ്രതിഷേധവുമായി എത്തിയ സംഭവത്തിൽ മലപ്പുറം, തിരുനാവായ, നവാമുകുന്ദ, എറണാകുളം, കോതമംഗലം, മാർബേസിൽ എന്നീ സ്കൂളുകളെ അടുത്ത വർഷത്തെ കായികമേളയിൽ നിന്ന് വിലക്കാനും സർക്കാർ തീരുമാനിച്ചു. ചുമതല ഏറ്റെടുത്ത ആദ്യം തന്നെ സർക്കാരിൻ്റെ നീക്കം തടുത്ത് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ്റെ സുരക്ഷാ വലയത്തിലെ വിശ്വസ്തരായിരുന്ന ഏതാനും പോലീസ് ഉദ്യോഗസ്ഥരെ ഒഴിവാക്കി. പുതിയ ആളുകളെ വെച്ച സർക്കാർ തീരുമാനമാണ് ഗവർണർ തിരുത്തിയത്. ഇതിനായി DGPയുടെ ചുമതലയുള്ള ADGP എബ്രാഹിമിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തി. ഒഴിവാക്കപ്പെട്ടവർ തന്നെയാണ് ഗവർണറോട് പരാതി പറഞ്ഞതെന്നാണ് വിവരം. ഇതോടെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും വേണ്ടപ്പെട്ടവരെ രാജ്ഭവനിലേക്ക് നിയോഗിക്കാനുള്ള നീക്കമാണ് നടക്കാതെ പോയതെന്നും റിപ്പോർട്ടുണ്ട്. കേരളത്തിലെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് നിയമത്തിന് മാനദണ്ഡം കൊണ്ടുവരണമെന്ന ഹർജിയിൽ സംസ്ഥാനത്തിനും PSCക്കും മറുപടി നൽകാൻ 6 ആഴ്ച സമയം നൽകി സുപ്രീം കോടതി. നേരത്തെ കേസിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അടക്കമുള്ള എതിർകക്ഷികളുടെ മറുപടി ലഭിച്ച ശേഷം സുപ്രീം കോടതി വിശദമായ വാദം കേൾക്കും. പൊതുമേഖലാ സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച കോടികളുടെ അഴിമതി ആരോപണത്തിൽ മറുപടിയുമായി ധനമന്ത്രി KN ബാലഗോപാൽ. നിയമം പാലിച്ചാണ് 2018 നിക്ഷേപം നടത്തിയതെന്നും ലാഭവും നഷ്ടവും ബിസിനസ്സിൽ വരുമെന്നുമാണ് മന്ത്രിയുടെ പ്രതികരണം. ഉമാ തോമസിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയുണ്ടെന്നും എന്നാൽ വെന്റിലേറ്ററിൽ തുടരണമെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ. ശ്വാസകോശത്തിന് പുറത്ത് നീർക്കെട്ടുള്ളതിനാൽ ആശങ്ക നിലനിൽക്കുന്നുണ്ടെന്നും നിരീക്ഷണം തുടരേണ്ടതുണ്ടെന്നും മെഡിക്കൽ ബോർഡ് വ്യക്തമാക്കി. ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തുന്നതിനായി ചേർന്ന സംയുക്ത മെഡിക്കൽ ബോർഡ് യോഗത്തിനു ശേഷമാണ് പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ഉമാ തോമസ് MLA ഗാലറിയിൽ നിന്ന് വീണ് പരിക്കേറ്റ സംഭവത്തിൽ ബന്ധപ്പെട്ട് കല്ലൂർ സ്റ്റേഡിയത്തിൽ നടന്ന നൃത്തപരിപാടിയുടെ സംഘാടകരായ മൃദംഗവിഷൻ്റെ MD നികോഷ് കുമാർ അറസ്റ്റിൽ. 7 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനു ശേഷമാണ് നികോഷ് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നികോഷ് കുമാർ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാവിലെ കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് വിശദമായ ചോദ്യം ചെയ്യലിനു ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് അറസ്റ്റ് ചെയ്തത്. പരിപാടിയുടെ വേദി അശാസ്ത്രീയമായി അപകടമുണ്ടാക്കിയതിനാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. സാമ്പത്തിക വഞ്ചനാ കുറ്റം ഉൾപ്പെടെ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കൂടുതൽ വകുപ്പ് ചുമത്തുക. കേസിലെ മറ്റൊരു പ്രതിയായ ഓസ്കാർ ഇവന്റ് ഉടമ ജനീഷ് കുമാർ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്നലെ ഹാജരായിരുന്നില്ല. ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നത് സംബന്ധിച്ച് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറയുന്നത് മന്നത്ത് പത്മനാഭൻ്റെ അഭിപ്രായമല്ല എന്നാണ്. സ്വാമി സച്ചിദാനന്ദ ക്ഷേത്രത്തിൽ ഷർട്ട് ധരിച്ച് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് മന്നം പറഞ്ഞിട്ടില്ലെന്നും അപ്പോൾ സുകുമാരൻ നായർ പറയുന്നത് സാമൂഹിക പരിഷ്കർത്താക്കൾ പറഞ്ഞ വാക്കുകളല്ലെന്നും ഗുരുവിൻ്റെ അനുയായി എന്ന നിലയിൽ അഭിപ്രായം പറയാൻ തനിക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു. കൊല്ലം പടപ്പക്കരയിൽ അമ്മ പുഷ്പലതയെയും മുത്തച്ഛൻ ആന്റണിയെയും തലക്കടിച്ചു കൊലപ്പെടുത്തിയ പ്രതി അഖിലിനെ നാട്ടിലെത്തിച്ചു. ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ശ്രീനഗറിൽ നിന്ന് കുണ്ടറ CI V അനിൽകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. അഖിലിന് കുറ്റബോധത്തിൻ്റെ കണിക പോലും ഇല്ലെന്ന് പോലീസ് പറഞ്ഞു. പോലീസിനും മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇയാൾ അശ്ലീല ചേഷ്ട കാണിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ് ഇന്നും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 മുതൽ 3 ഡിഗ്രി വരെ സെൽഷ്യസ് താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി.
BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ ദില്ലിയിലെത്തി. ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ BJPയെ പ്രതീക്ഷിച്ച ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ തനിക്ക് ആത്മവിശ്വാസം നൽകുന്നതാണ് അമിത് ഷായുമായുള്ള കൂടിക്കാഴ്ചയെന്ന് ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചു. ശോഭാ സുരേന്ദ്രനെ BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു എന്ന സൂചനകൾക്കിടെയാണ് ഷായുമായുള്ള നിർണായക കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവം നടക്കുന്ന ജനുവരി 4 മുതൽ 8 വരെ കാലയളവിൽ കിഴക്കേക്കോട്ടയിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി. ശിവൻകുട്ടി പറഞ്ഞു. കിഴക്കേക്കോട്ട മുതൽ ഗണപതി ക്ഷേത്രം വരെ റോഡിന്റെ ഇരുവശങ്ങളിലേക്കും KSRTCയുടെയും സ്വകാര്യ വാഹനങ്ങളുടെയും സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. 6 വർഷം നീണ്ട നിയമ പോരാട്ടത്തിന് 20 മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ഒടുവിൽ പെരിയ ഇരട്ടക്കൊല കേസിലെ കുറ്റവാളികളെന്ന് കണ്ടെത്തിയ 14 പ്രതികൾക്കുള്ള ശിക്ഷ ഇന്ന് വിധിക്കും. കൊച്ചിയിലെ പ്രത്യേക CBI കോടതിയാണ് വിധി പറയുന്നത്. കേസിലെ 10 പ്രതികൾക്കെതിരെ വധശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. വയനാട് പുനരധിവാസ നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ. റവന്യൂ മന്ത്രി വയനാട് സന്ദർശിച്ചു. ഭൂമിയുടെ മതിപ്പ് വില നിശ്ചയിക്കാനുള്ള നടപടികൾ അടക്കം വിലയിരുത്തി. തുടർന്ന് കളക്ടറേറ്റിലെ അവലോകന യോഗത്തിലും പങ്കെടുത്തു. ചെറുകിട ഇടത്തരം സ്ഥാപനങ്ങളെ സഹായിക്കാൻ ചുമതലപ്പെട്ട സ്ഥാപനമായ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനെതിരെ കോടികളുടെ അഴിമതി ആരോപണം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. 2018 ബോർഡിൽ പോലും ചർച്ച ചെയ്യാതെ മുങ്ങാൻ പോകുന്ന അനിൽ അംബാനിയുടെ കമ്പനിയിൽ 60 കോടിയുടെ നിക്ഷേപം നടത്തിയെന്നും എന്നാൽ 2019 കമ്പനി ലിക്വിഡ് ചെയ്തതിനാൽ പലിശ ഉൾപ്പെടെ KFCക്ക് കിട്ടേണ്ടിയിരുന്നത് 101 കോടിയാണെങ്കിൽ കിട്ടിയത് 7 കോടി മാത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു. അനിൽ അംബാനിയുടെ കമ്പനിയിൽ KFC 60 കോടി നിക്ഷേപിച്ചതിൽ അഴിമതിയെന്ന VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് മുൻ ധനമന്ത്രി തോമസ് ഐസക്. ആക്ഷേപത്തിന് തെളിവ് ഹാജരാക്കണമെന്നും ധനകാര്യ സ്ഥാപനങ്ങൾക്ക് RBIയുടെ ഷെഡ്യൂൾഡ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കാമെന്ന മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു നിക്ഷേപമെന്നും ഡബിൾ റേറ്റിംഗ് ഉള്ള റിലയൻസിലാണ് അന്ന് നിക്ഷേപം നടത്തിയതെന്നും തോമസ് ഐസക് പറഞ്ഞു. പെരുന്നയിലെ മന്നൻ ജയന്തി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രമേശ് ചെന്നിത്തല ഉദ്ഘാടകനായി അവസരം നൽകിയതിന് NSSനോട് നന്ദിയെന്നും ജീവിതത്തിൽ അഭിമാനമായി കാണുന്ന മുഹൂർത്തമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തികഞ്ഞ അഭിമാന ബോധത്തോടു കൂടിയാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നതെന്നും സമുദായത്തെ കരുത്തനായി നയിക്കുന്ന ആളാണ് സുകുമാരൻ നായരെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ക്ഷേത്രങ്ങളിൽ ഷർട്ട് ഊരുന്നതിനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞു. ക്രൈസ്തവരുടെയും മുസ്ലിങ്ങളുടെയും ആചാരങ്ങളിൽ ആരും ഇടപെടുന്നില്ലെന്നും കാലാകാലങ്ങളിൽ നിലനിന്ന് പോകുന്ന ആചാരങ്ങൾ മാറ്റിമറിക്കാൻ എന്തിനാണ് പറയുന്നതെന്നും ഇത്തരം പ്രസ്താവനകളെ മുഖ്യമന്ത്രി പിന്തുണയ്ക്കാൻ പാടില്ലായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചിയിലെ നൃത്ത പരിപാടിക്കിടെ MLA ഉമാ തോമസിന് അപകടം സംഭവിച്ച ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നു. വേദിയുടെ മുൻവശത്ത് വേണ്ടത്ര സ്ഥലമില്ലായിരുന്നു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.